ഹലോ ഓൾ, വെൽക്കം ടു ദിസ് ചാനൽ. CGL 2026 എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് കറണ്ട് അഫയേഴ്സ് എങ്ങനെ പഠിക്കണം എന്നുള്ളത്. എന്തൊക്കെ സോഴ്സ് റെഫർ ചെയ്യണം, എത്ര ടൈം ഇൻവെസ്റ്റ് ചെയ്യണം, കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടന്റ് ആണോ, ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിലുണ്ടാവും അറിയാം. ആ ക്വസ്റ്റ്യൻസിന് എല്ലാം ഉള്ള സൊല്യൂഷനാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന CGL എക്സാമിന് എങ്ങനെയാണ് കറണ്ട് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. എൻഡ് വരെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങളിത് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് CGL എക്സാമിന് വേണ്ടി കറണ്ട് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്? ആദ്യം തന്നെ നമുക്ക് എക്സാം പാറ്റേണും വെയിറ്റേജും എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ CGL എക്സാമിന് രണ്ട് ടയേഴ്സ് ആണുള്ളത്, രണ്ട് ലെവലാണുള്ളത്. ടയർ 1. സോ ടയർ 1ൽ ഇതൊരു ക്വാളിഫയിങ് പേപ്പർ ആണ്. സോ ടയർ 1 എന്ന് പറയുന്നത് ഒരു ക്വാളിഫയിങ് പേപ്പർ ആണ്. സോ ടയർ 1ൽ ജനറൽ അവയർനെസ് സെക്ഷനിൽ ഒരു 25 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. സോ ജനറൽ അവയർനെസ് സെക്ഷനിൽ ഒരു 25 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു ക്വസ്റ്റിന് 2 മാർക്സ് വീതമാണ്. സോ ജനറൽ അവയർനെസ്സിൽ നിങ്ങൾക്ക് 50 മാർക്സ് എന്ത് ചെയ്യാൻ സാധിക്കും, സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ജനറൽ അവയർനെസ്സിൽ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് ഉണ്ട്, അതുപോലെ നമ്മുടെ സ്റ്റാറ്റിക് പോർഷൻസ് ആയിട്ടുള്ള ഹിസ്റ്ററി, പൊളിറ്റി, എക്കോണമി, ജിയോഗ്രഫി, അതുപോലെ സയൻസ് സബ്ജക്ട്സ്, ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ കൂടെ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ജനറൽ അവയർനെസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ 25 ക്വസ്റ്റ്യൻസിലെ ഒരു പാർട്ടായിരിക്കും എന്ത്, കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. ഇനി ടയർ 2ലേക്ക് വന്നു കഴിഞ്ഞാൽ, CGL എക്സാമിന്റെ ടയർ 2ലേക്ക് വന്നു കഴിഞ്ഞാൽ, ടയർ 2ൽ നമുക്ക് രണ്ട് പേപ്പേഴ്സ് ആണുള്ളത്. ഒന്ന് പേപ്പർ 1ഉം അതുപോലെ തന്നെ രണ്ടാമത്താണ് പേപ്പർ 2. സോ പേപ്പർ 1 എന്ന് പറയുന്നത് എല്ലാവർക്കും, അതായത് എല്ലാ പോസ്റ്റുകൾക്കും വേണ്ടിയിട്ടുള്ള പേപ്പറാണ് പേപ്പർ 1 എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു പേപ്പർ 1 ആണ് എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ മെറിറ്റ് ഡിസൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ റാങ്ക് ഡിസൈഡ് ചെയ്യുന്നത്. ആൻഡ് പേപ്പർ 2 എന്ന് പറയുന്നത് ഒരു ഓപ്ഷണൽ പേപ്പർ ആണ്, അതായത് ചില പോസ്റ്റുകൾക്ക് മാത്രം, അതായത് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ JSO, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2, ഇങ്ങനെയുള്ള ചില പോസ്റ്റുകൾ. സോ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2, ഇങ്ങനെയുള്ള പോസ്റ്റുകൾ ഓപ്റ്റ് ചെയ്യുന്നവർക്ക് മാത്രമാണ് പേപ്പർ 2 എഴുതേണ്ട ആവശ്യമുള്ളത്. അല്ലാതുള്ളവർക്ക് എന്ത് ചെയ്താൽ മതി, പേപ്പർ 1 മാത്രമാണ് ഏക പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടയർ 2ലുള്ള പേപ്പർ 1-നകത്തും എന്തുണ്ട്, ജനറൽ അവയർനെസിന്റെ 25 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 25 ക്വസ്റ്റ്യൻസിൽ ഒരു പാർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, കറണ്ട് അഫയേഴ്സ് ആയിരിക്കും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. സോ രണ്ട് ടയറിലും നമുക്ക് എന്തുണ്ട്, കറണ്ട് അഫയേഴ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ടയർ 1ലും കറണ്ട് അഫയേഴ്സ് ഉണ്ട്, ടയർ 2ലും എന്തുണ്ട്, കറണ്ട് അഫയേഴ്സ് ഉണ്ട്. സോ കറണ്ട് അഫയേഴ്സ് നമുക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു ഏരിയ ആണ് CGL എക്സാമിനെ സംബന്ധിച്ച്. ഇനി ടയർ 1ലെ കറണ്ട് അഫയേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 3 to 7 ക്വസ്റ്റ്യൻസ്, അതായത് 25 ജനറൽ അവയർനെസ് ക്വസ്റ്റ്യൻസിൽ, അതായത് ഹിസ്റ്ററി, പൊളിറ്റി, എക്കോണമി, ജിയോഗ്രഫി, സയൻസ് സബ്ജക്ട്സ്, കറണ്ട് അഫയേഴ്സ്, ഇങ്ങനെയുള്ള 25 ക്വസ്റ്റ്യൻസിൽ അറൌണ്ട് ഒരു 3 to 7 അല്ലെങ്കിൽ ഏതാണ്ട് ഒരു 5 to 7 ക്വസ്റ്റ്യൻസ് വരെ എന്ത് ചെയ്യാൻ സാധിക്കും, വേണമെങ്കിൽ നമുക്ക് കറണ്ട് അഫയേഴ്സിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് 25ന്റെ 5 to 7 ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും, കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ളതായിരിക്കും. അതായത് വെയിറ്റേജ് അത്ര മാത്രം ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇനി നമ്മൾ 2022 മുതൽ 24 വരെയുള്ള ട്രെൻഡ് എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 3 to 5 ക്വസ്റ്റ്യൻസ്, ഒരു ഷിഫ്റ്റിൽ ഏതാണ്ട് 3 to 5 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചുകൊണ്ടിരുന്നത് കമ്പയർഡ് ടു സ്റ്റാറ്റിക് GK. സോ സ്റ്റാറ്റിക് GK ആയിട്ട് നോക്കുമ്പോൾ കറണ്ട് അഫയേഴ്സ് എന്ന് ചോദിച്ചുകൊണ്ടിരുന്നത് ഏതാണ്ട് 3 to 5 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. ബട്ട് ലാസ്റ്റ് ഇയറിൽ ഈ ട്രെൻഡിനകത്തൊരു ചേഞ്ച് വന്നു, കാരണം നമ്മുടെ വെണ്ടർ ചേഞ്ച് ആയിരുന്നു, ക്വസ്റ്റ്യൻ പാറ്റേണിനകത്ത് ചേഞ്ച് വന്നു, അതുകൊണ്ട് തന്നെ ഒരു ട്രെൻഡിനും ചേഞ്ച് വന്നിട്ടുണ്ട്. അതായത് കറണ്ട് അഫയേഴ്സിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് വന്നു. ആൻഡ് കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്ന രീതിക്ക് എന്ത് ചെയ്തു, കുറച്ച് ഇമ്പോർട്ടൻസ് വന്നു. അതിന് മുന്നേ വരെ കൂടുതലും കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് 1 liners എന്നുള്ള രീതിയിലായിരുന്നു. അതായത് ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, നിങ്ങൾ ഡയറക്റ്റ് എന്ത് ചെയ്യണം, ആൻസർ കൊടുക്കണം എന്നുള്ള രീതിയിൽ 1 liner ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഇത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ എഴുതാനായിട്ട് സാധിക്കുമായിരുന്നു. എന്നാൽ ലാസ്റ്റ് ഇയറിലെ ക്വസ്റ്റ്യൻ പാറ്റേൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡെപ്തിൽ എന്ത് ചെയ്യാൻ തുടങ്ങി, കറണ്ട് അഫയേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് തുടങ്ങി. അതായത് ഇപ്പോ നിങ്ങൾ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് ജസ്റ്റ് ഒരു 1 liner ഐഡിയ ഉണ്ടാക്കിയാൽ മാത്രം പോരാ. ഒരു ടോപ്പിക്ക്, സേ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു സ്കീം പഠിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് മുന്നേ വരെ അല്ലെങ്കിൽ പ്രീവിയസ് ഇയേഴ്സിലൊക്കെ ഈ ഒരു സ്കീം ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് വരുന്നത് എന്നുള്ളത് മാത്രമായിരുന്നു മോസ്റ്റ്ലി ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ലാസ്റ്റ് ഇയറിൽ ട്രെൻഡ് ഒന്ന് ചേഞ്ച് ചെയ്തു. ഈ സ്കീം ഏത് മിനിസ്ട്രിയുടേതാണ് എന്ന് മാത്രം പഠിച്ചാൽ പോരാ, ഈ സ്കീമിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, ഈ ഒരു സ്കീമിന്റെ ബഡ്ജറ്റിൽ എത്രയാണ് ഔട്ട്ലേ കൊടുത്തിരിക്കുന്നത്, അതുപോലെ ഈ സ്കീം വഴി എന്താണ് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എന്താണ് ഈ സ്കീമിന്റെ ആ ഒരു ഡ്യൂറേഷൻ എന്നുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി, ചോദിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കറണ്ട് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യണം, ചെറിയൊരു ചേഞ്ച് വരുത്തേണ്ട ആവശ്യമുണ്ട്.
ഇനി എന്താണ് ഈ കറണ്ട് അഫയേഴ്സ് കൊണ്ട് മീൻ ചെയ്യുന്നത്? അതായത് SSC CGL എക്സാമിൽ കറണ്ട് അഫയേഴ്സ് എന്നുള്ളത് കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്? കറണ്ട് അഫയേഴ്സിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആകാം? ഇപ്പൊ കറണ്ട് അഫയേഴ്സിൽ എന്തൊക്കെ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മേജർ ആയിട്ടുള്ള സ്കീംസ്, അതായത് ഗവൺമെന്റ് കൊണ്ടുവരുന്ന മേജർ ആയിട്ടുള്ള സ്കീംസുകളെല്ലാം എന്താണ്? കറണ്ട് അഫയേഴ്സ് തന്നെയാണ്. അതായത് ഗവൺമെന്റ് ഓരോ ബഡ്ജറ്റിലും എന്ത് ചെയ്യും? പുതിയ പുതിയ സ്കീംസ് അനൗൺസ് ചെയ്യും, അല്ലെങ്കിൽ പഴയ സ്കീമിനകത്ത് തന്നെ എന്ത് ചെയ്യും? എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരും. സോ അങ്ങനെ ന്യൂസ് പേപ്പറിൽ വരാറുള്ള സ്കീംസ് എല്ലാം എന്താണ്? കറണ്ട് അഫയേഴ്സ് ആണ്. അതിൽ നിന്ന് എന്ത് ചെയ്യാം? നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഗവൺമെന്റ് കൊണ്ടുവരുന്ന പുതിയ ബില്ലുകൾ, അതും എന്താണ്? കറണ്ട് അഫയേഴ്സ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ റീസെന്റ് ആയിട്ട് കൊണ്ടുവരാൻ പോകുന്ന, അതായത് പാർലമെന്റിൽ കൊണ്ടുവരാൻ പോകുന്ന ഒരു ബില്ലാണ് സുപ്രീം കോർട്ട് നമ്പർ ഓഫ് ജഡ്ജസ് അപ്പോയിന്റ്മെന്റ് ബിൽ. സോ സുപ്രീം കോർട്ട് നമ്പർ ഓഫ് ജഡ്ജസ് അപ്പോയിന്റ്മെന്റ് ബിൽ, അതായത് സുപ്രീം കോടതിയിലെ നമ്പർ ഓഫ് ജഡ്ജസിന്റെ, അതായത് CJ കൂടാതെയുള്ള മറ്റ് ജഡ്ജസിന്റെ എണ്ണം കൂട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു ബില്ലാണ്. സോ ഇങ്ങനെയുള്ള ബില്ലുകൾ പാർലമെന്റിൽ കൊണ്ടുവരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബില്ലുകൾ എന്താണ്? കറണ്ട് അഫയേഴ്സ് ആണ്. അതുപോലെ തന്നെ ഫ്ലാഗ്ഷിപ്പ് പോളിസി ഡിസിഷൻസ്, ഗവൺമെന്റ് എന്തെങ്കിലും പോളിസീസ്, അതായത് ഗവൺമെന്റ് കൊണ്ടുവരുന്ന എന്തെങ്കിലും പോളിസീസ്, ഫോർ എക്സാമ്പിൾ എന്താണ്? ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ അങ്ങനെയുള്ള എന്തെങ്കിലും പോളിസീസ്, അല്ലെങ്കിൽ എന്താണ് സോളാറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പോളിസി ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫ്ലാഗ്ഷിപ്പ് പോളിസീസ് ഒക്കെ എന്താണ്? കറണ്ട് അഫയേഴ്സ് ആണ്. ഇനി അതുപോലെ തന്നെ ഇന്റർനാഷണൽ അഫയേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്മിറ്റ്സ്, ഫോർ എക്സാമ്പിൾ ബ്രിക്സ് സബ്മിറ്റ് 2026 ബ്രിക്സ് സബ്മിറ്റിനെ കുറിച്ച് എന്ത് ചെയ്യണം? നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ബ്രിക്സ് സബ്മിറ്റ് 2026 എന്താണ്? കറണ്ട് അഫയേഴ്സ് ആണ്. അതുപോലെ തന്നെ മേജർ ആയിട്ടുള്ള എന്തെങ്കിലും എഗ്രിമെന്റ്സ് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇന്ത്യ ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്? റീസെന്റ് ആയിട്ട് നെതർലാൻഡ്സുമായിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെന്ന് പറയുന്നത് എന്താണ്? ഒരു കറണ്ട് അഫയേഴ്സ് തന്നെയാണ്. അതുപോലെ തന്നെ മേജർ ആയിട്ടുള്ള ഇന്റർനാഷണൽ ഇവന്റ്സ്, അതും എന്താണ്? കറണ്ട് അഫയേഴ്സ് തന്നെയാണ്. ഇനി എക്കോണമിയിലേക്കും ബഡ്ജറ്റിലേക്കും വന്നു കഴിഞ്ഞാൽ നമ്മുടെ യൂണിയൻ ബഡ്ജറ്റ്, അതായത് ഓരോ വർഷവും ബഡ്ജറ്റ് അനൗൺസ് ചെയ്യാറുണ്ട്. ആ യൂണിയൻ ബഡ്ജറ്റിനകത്തുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് കറണ്ട് അഫയേഴ്സ് ആണ്. അതുപോലെ തന്നെ കീ ഇൻഡിക്കേറ്റേഴ്സ്, അതായത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക്, അതായത് റെഗുലർലി എന്ത് ചെയ്യാറുണ്ട്? ചില ഇൻഡെക്സുകൾ റിലീസ് ആകാറുണ്ട്. അത് ഗവൺമെന്റ് റിലീസ് ചെയ്യുന്ന ഇൻഡെക്സ് ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് എൻറ്റിറ്റി റിലീസ് ചെയ്യുന്ന ഇൻഡെക്സ് ആകാം. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ഇൻഡെക്സുകളുണ്ട്, അതായത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, അതുപോലെ ഹാപ്പിനെസ് ഇൻഡെക്സ്, ഇങ്ങനെയുള്ള കുറെ ഇൻഡെക്സുകളുണ്ട്. ഈ ഇൻഡെക്സുകളെല്ലാം എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്മിറ്റീസ്, അതായത് ബഡ്ജറ്റിനകത്ത് എന്തെങ്കിലും ഒരു കമ്മിറ്റി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മിറ്റിക്ക് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ടാസ്ക് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കറണ്ട് അഫയേഴ്സ്. ഇനി സയൻസ് ആൻഡ് ടെക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ISROയുടെ മിഷൻസ്, DRDO ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, നമ്മുടെ DRDO കണ്ടക്ട് ചെയ്യുന്ന എന്തെങ്കിലും പ്രൊജക്ട്സ്, അതുപോലെ പുതിയ എന്തെങ്കിലും ടെക് ഇനിഷ്യേറ്റീവ്സ്, ഇതെല്ലാം എന്താണ്? കറണ്ട് അഫയേഴ്സ് ആണ്. ഇനി പത്മ അവാർഡ്സ്, ഭാരതരത്ന, നോബൽ പ്രൈസ്, സ്പോർട്സ് ആൻഡ് ഫിലിം അവാർഡ്സ്, ഇതും എന്താണ്? കറണ്ട് അഫയേഴ്സ് ആണ്. ഇനി അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൂർണമെന്റ്, സ്പോർട്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൂർണമെന്റ്സ്, ഫോർ എക്സാമ്പിൾ വൺ ഡേ ഇന്റർനാഷണൽ വേൾഡ് കപ്പ്, അതായത് വുമന്റെ വൺ ഡേ ഇന്റർനാഷണൽ വേൾഡ് കപ്പ്, അതിനെ കുറിച്ച് അതെന്താണ്? കറണ്ട് അഫയേഴ്സ് ആണ്. അതുപോലെ തന്നെ IPL 2025 അല്ലെങ്കിൽ വുമൻസ് പ്രീമിയർ ലീഗ് 2026 ഇങ്ങനെയുള്ള ടൂർണമെന്റുകൾ, അതുപോലെ സ്ക്വാഷ് വേൾഡ് കപ്പ്, ഇങ്ങനെയുള്ള ടൂർണമെന്റുകൾ എന്താണ്? കറണ്ട് അഫയേഴ്സ് ആണ്. സോ ദീസ് ആർ ഓൾ കറണ്ട് അഫയേഴ്സ്. ദെൻ ഈ ടൂർണമെന്റുകൾ ആരാണ് വിൻ ചെയ്തത്, അതായത് പ്രീവിയസ് ഇയേഴ്സിൽ ഈ ടൂർണമെന്റ് ആരാണ് വിൻ ചെയ്തത് എന്നുള്ളത് മാത്രം നമ്മൾ പഠിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പൊ എന്തെല്ലാം ആ ഒരു ജസ്റ്റ് ഫാക്ട് മാത്രം പോരാ. ആരായിരുന്നു റണ്ണർ അപ്പ്, എന്തായിരുന്നു വെന്യൂ, അല്ലെങ്കിൽ ഈ ഒരു ഫൈനൽ നടന്ന ഏത് വെന്യൂവിൽ വെച്ചിട്ടാണ്, ഏത് കൺട്രിയാണ് ഈ ഒരു ടൂർണമെന്റ് ഹോസ്റ്റ് ചെയ്തത്, അതുപോലെ ഈ ഒരു ടൂർണമെന്റ് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആരായിരുന്നു, അല്ലെങ്കിൽ ഫൈനലിലെ പ്ലെയർ ഓഫ് ദി മാച്ച് ആരായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പൊ നമ്മൾ പഠിച്ചിരിക്കേണ്ട ആവശ്യമുണ്ട്. ഇനി അതുപോലെ തന്നെ മേജർ ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സ്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, അതായത് ഇപ്പൊ നമ്മുടെ റീസെന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ട CJ ആണ് ജസ്റ്റിസ് സൂര്യകാന്ത് എന്ന് പറയുന്നത്. സോ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ അപ്പോയിന്റ്മെന്റ് എന്താണ്? കറണ്ട് അഫയേഴ്സ് ആണ്. അതുപോലെ തന്നെ RBI ഗവർണർ, അല്ലെങ്കിൽ RBI ഡെപ്യൂട്ടി ഗവർണർ, അങ്ങനെയുള്ള അപ്പോയിന്റ്മെന്റ്സ്. അതുപോലെ മേജർ ബോഡീസ്, ഫോർ എക്സാമ്പിൾ പ്രസാർ ഭാരതി. സോ പ്രസാർ ഭാരതിക്ക് ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്? പുതിയൊരു ഹെഡിനെ കിട്ടിയിട്ടുണ്ട്. പ്രസൂൺ ജോഷിയാണ് ഇപ്പോൾ പ്രസാർ ഭാരതിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രസാർ ഭാരതി എന്ന് പറയുമ്പോൾ നമ്മുടെ ദൂരദർശൻ DDയും, അതുപോലെ തന്നെ നമ്മുടെ ആകാശവാണി, ഓൾ ഇന്ത്യ റേഡിയോ, ഇതൊക്കെ വരുന്നത് ഈ ഒരു പ്രസാർ ഭാരതിയുടെ അണ്ടറിലാണ്. ഈ ഒരു പ്രസാർ ഭാരതിക്ക് ഇപ്പോൾ പുതിയൊരു ചെയർമാനെ കിട്ടിയിട്ടുണ്ട്. ആ ചെയർമാനാണ് പ്രസൂൺ ജോഷി. അപ്പൊ ഇങ്ങനെയുള്ള അപ്പോയിന്റ്മെന്റുകൾ എന്താണ്? ദേ ആർ ഓൾസോ കറണ്ട് അഫയേഴ്സ്. അതുപോലെ തന്നെ ഗ്ലോബൽ ഇൻഡിസസ്, അതായത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്,
അല്ലെങ്കിൽ ഹാപ്പിനെസ് ഇൻഡെക്സ്, ഇങ്ങനെയുള്ള ഗ്ലോബൽ ഇൻഡിസസ്. അതിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്, അതുപോലെ ആ ഒരു ഇൻഡെക്സിൽ ടോപ്പിൽ നിൽക്കുന്ന കൺട്രി ഏതാണ്, ബോട്ടമിൽ നിൽക്കുന്ന കൺട്രി ഏതാണ്, പ്രീവിയസ് ഇയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ റാങ്ക് ഇംപ്രൂവ് ചെയ്യുകയാണോ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുകയാണോ ചെയ്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ അറിഞ്ഞിരിക്കണം. അതും എന്താണ് കറണ്ട് അഫയേഴ്സ് ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേയ്സ്, അതിന്റെ തീംസ്, ഇതൊക്കെ ഫ്രീക്വന്റ് ആയിട്ട് SSC ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫോർ എക്സാമ്പിൾ January 25. സോ January 25 ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ January 25 is celebrated as നാഷണൽ വോട്ടേഴ്സ് ഡേ. അപ്പോൾ ഈ നാഷണൽ വോട്ടേഴ്സ് ഡേ എന്നാണ് എന്ന് മാത്രം നമ്മൾ അറിഞ്ഞാൽ പോരാ, ഇത്തവണത്തെ 2026 നാഷണൽ വോട്ടേഴ്സ് ഡേയുടെ തീമും നമ്മൾ അറിഞ്ഞിരിക്കണം. സോ 2026 നാഷണൽ വോട്ടേഴ്സ് ഡേയുടെ തീമാണ് മൈ ഇന്ത്യ മൈ വോട്ട്. സോ മൈ ഇന്ത്യ മൈ വോട്ട് എന്നുള്ളതാണ് 2026 നാഷണൽ വോട്ടേഴ്സ് ഡേയുടെ തീം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ February 2 ആണ് എന്ത് ചെയ്യുന്നത്, വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തവണത്തെ വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേയുടെ തീം നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഓരോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേയ്സ്, അതിന്റെ തീംസ്, ഇതൊക്കെ ഫ്രീക്വന്റ് ആയിട്ട് SSC ചോദിക്കാറുള്ള ഒരു ഏരിയയാണ്. ഇനി ഈ പറഞ്ഞിട്ടുള്ള കാറ്റഗറീസ്, അതായത് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാറ്റഗറീസ്, അതിപ്പോ നാഷണൽ അഫയേഴ്സ് ആവാം, ഇന്റർനാഷണൽ അഫയേഴ്സ് ആകാം, എക്കോണമി ആൻഡ് ബഡ്ജറ്റ്, സയൻസ് ആൻഡ് ടെക്, അവാർഡ്സ് ആൻഡ് ഓണേഴ്സ്, സ്പോർട്സ്, അപ്പോയിന്റ്മെന്റ്സ്, ഇൻഡിസസ് ആൻഡ് റാങ്കിങ്സ്, ഇമ്പോർട്ടന്റ് ഡേയ്സ്, അതായത് 1 2 3 4 5 6 7 8 9 9 കാറ്റഗറി ഉണ്ട്. ഈ 9 കാറ്റഗറിയിൽ ഒരു ന്യൂസ് ബിലോങ് ചെയ്യുന്നില്ല, നിങ്ങൾ ന്യൂസ് പേപ്പറിൽ കാണുന്ന ഒരു ന്യൂസ് ഈ 9 കാറ്റഗറിയിൽ ബിലോങ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ SSCയിൽ അത് ചോദിക്കാനുള്ള ചാൻസ് വളരെ 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 കുറവാണ്. അതുകൊണ്ട് ഇനി 9 കാറ്റഗറി ഉള്ള ന്യൂസ് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്താൽ മതി. ഇനി വരാൻ പോകുന്ന ഇയറിലേക്കുള്ള CGL എക്സാം എന്നല്ല, SSC നടത്താൻ പോകുന്ന എല്ലാ എക്സാംസും നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാ എക്സാംസിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് കോഴ്സ് എടുത്ത് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ഫീസിബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ദിശ അക്കാഡമിയുടെ മുമ്പിൽ ദിശ അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് SSCയുടെ പ്രീമിയം ബാച്ച് എന്ന് പറയുന്നത്. SSC നടത്തുന്ന എല്ലാ എക്സാംസും, അതായത് 10th ക്വാളിഫിക്കേഷൻ മുതൽ ഗ്രാജുവേറ്റ് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻ വരെയുള്ള എല്ലാ എക്സാംസിനും വേണ്ടിയിട്ട് കൺഫൈൻ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ മോഡിഫൈ ചെയ്തിരിക്കുന്ന സിലബസ് ആണ് നമ്മൾ ഈ ഒരു കോഴ്സിനകത്ത് ഫോളോ ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് 10th ലെവൽ മുതൽ ഗ്രാജുവേറ്റ് ലെവൽ വരെയുള്ള ഏത് എക്സാംസ് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. ആൻഡ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് ഈ ഒരു കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ജസ്റ്റ് 4,999 rupees ആണ് ഈ ഒരു കോഴ്സ് നിങ്ങൾ പേ ചെയ്യേണ്ടി വരുന്നത്. ആൻഡ് ഈ ഒരു കോഴ്സിനകത്ത് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കോഴ്സിനെ കുറിച്ചുള്ള ഫർദർ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിലോ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, 8075753676. ആൻഡ് നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സസ് കാണണം, ക്ലാസ്സസ് എങ്ങനെയുണ്ട് എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ദിശ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് ഡെമോ ക്ലാസ്സസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഡെമോ ക്ലാസ്സസ് കണ്ടിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്താൽ മതി ഈ ഒരു കോഴ്സിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം. ഓക്കെ, ഇനി കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ എത്ര നാൾ മുതൽ മുൻപ് വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്, ഇങ്ങനൊരു ക്വസ്റ്റ്യനും നിങ്ങളുടെ മനസ്സിൽ കാണും. അപ്പോൾ ചിലർ കറണ്ട് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഒരു 2-3 വർഷത്തെ കറണ്ട് അഫയേഴ്സ് ഒക്കെ ഒരുമിച്ചിരുന്ന് പഠിക്കുന്നതാണ്. പക്ഷെ അത് നമുക്ക് ആവശ്യമില്ല. കാരണം SSC എന്താണോ ചോദിക്കുന്നത് അല്ലെങ്കിൽ SSC ഏതൊക്കെ ടൈം ലൈനിൽ നിന്നാണോ ചോദിക്കുന്നത് ആ ഒരു ടൈം ലൈനിലുള്ള കറണ്ട് അഫയേഴ്സ് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് CGLന് വേണ്ടിയിട്ട് കറണ്ട് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോർ ഫോക്കസ് എന്ന് പറയുന്നത് എന്നാണോ എക്സാം വരുന്നത് ആ എക്സാമിന് തൊട്ടു മുന്നേ ഉള്ള ഒരു 6 to 8 months ഇതായിരിക്കണം നിങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ എന്നാണോ നമ്മുടെ എക്സാം ആ എക്സാമിന് തൊട്ട് മുന്നേയുള്ള 6 to 8 months കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യണം, മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. ഇതാണ് നിങ്ങളുടെ കോർ ഏരിയ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുത്ത് ഏറ്റവും കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കേണ്ടത് ലാസ്റ്റ് ഒരു 6 to 8 months വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളുടെ CGL 2026 ടയർ 1 എക്സാം ഒരു ജൂലൈ 2026 നടക്കുന്നതെന്ന് വിചാരിക്കുക. അതായത് ഈ ഒരു മന്തിൽ നോട്ടിഫിക്കേഷൻ വന്നു, നെക്സ്റ്റ് മന്ത് ആപ്ലിക്കേഷൻ ഉണ്ട്, അതിനുശേഷം ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ് 2026 CGL എക്സാം നടക്കുന്നത്, ടയർ 1 നടക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഏതാണ്ട് ഒരു ഒക്ടോബർ 2025 മുതൽ ജൂലൈ 2026 അല്ലെങ്കിൽ ജൂൺ 2025 വരെയുള്ള ഒരു 6 to 8 months കറണ്ട് അഫയേഴ്സ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. അതായിരിക്കണം നിങ്ങളുടെ കോർ ഏരിയ എന്ന് പറയുന്നത്. ഇനി SSC ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ഈ ഒരു വിൻഡോയിൽ നിന്ന് ചോദിക്കണം നമുക്ക് ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വേണം, ഒരു ബഫറും കൂടി വേണം. അതായത്
ഇൻ കേസ് കുറച്ച് നാൾ മുന്നേ ഉള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റണം. സോ ആ ബഫർ വിൻഡോ എന്ന് പറയുന്നത് ലാസ്റ്റ് 12 months, അതായത് എന്നാണോ എക്സാം നടക്കുന്നത് അതിന് തൊട്ട് മുന്നേ ഉള്ള 12 monthsലെ കറണ്ട് അഫയേഴ്സ് ആണ്. അതായത് ജൂലൈ 2026 നിങ്ങളുടെ CGL എക്സാം ടയർ 1 എക്സാം എന്നുണ്ടെങ്കിൽ ഒക്ടോബർ 2025 മുതൽ ജൂലൈ 2026 വരെയുള്ള കറണ്ട് അഫയേഴ്സ് നിങ്ങളുടെ കോർ ഏരിയ ആണ്. എന്നാൽ ജൂലൈ മുതൽ ഒക്ടോബർ, ജൂലൈ 2025 മുതൽ ഒക്ടോബർ 2025 വരെയുള്ള ടൈം പീരീഡ് എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതായത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ഏരിയാസ് എന്ത് ചെയ്യണം, നോക്കേണ്ട ആവശ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും മേജർ സ്കീംസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ബിഗ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ഇവന്റ്സ് ഈ ഒരു ടൈം പീരീഡിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യാം, എക്സാമിന് ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് CGLന് പഠിക്കേണ്ടത് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നാണോ നിങ്ങളുടെ എക്സാം ഡേറ്റ് വരുന്നത് അതിന് തൊട്ട് മുന്നേയുള്ള 6 to 8 months എന്ത് ചെയ്യണം, കോർ ഏരിയ ആയിട്ട് വെച്ചിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. എന്നാൽ അതിന് തൊട്ട് മുന്നേയുള്ള അല്ലെങ്കിൽ എക്സാമിന് തൊട്ട് മുന്നേയുള്ള 12 monthsലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവന്റ്സ് അല്ലെങ്കിൽ മേജർ സ്കീംസ് അല്ലെങ്കിൽ ബഡ്ജറ്റ് അതും എന്ത് ചെയ്യണം, നിങ്ങളുടെ ബഫർ വിൻഡോയിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഇതാണ് കവറേജ് വിൻഡോ എന്ന് പറയുന്നത്. അതായത് എത്ര നാൾ മുതലുള്ള കറണ്ട് അഫയേഴ്സ് പഠിക്കണം എന്നുള്ളതിന്റെ ആൻസർ ആണത് ഈ ഒരു കവറേജ് വിൻഡോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി എന്താണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിന്റെ സോഴ്സ് എന്താണ്? അപ്പൊ സോഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ഒരു ന്യൂസ് പേപ്പർ വായിച്ചിരിക്കണം. അതായത് ഡെയിലി ഒരു ന്യൂസ് പേപ്പർ വായിച്ചിരിക്കണം. ആ ന്യൂസ് പേപ്പറിന് ഒന്നെങ്കിൽ ഹിന്ദു ആകാം അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ് ആകാം. ഈ 2 ന്യൂസ് പേപ്പേഴ്സിൽ ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പർ എന്ത് ചെയ്യണം, നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. രണ്ടും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് നമുക്ക് അത്രയും ടൈം വേസ്റ്റ് ചെയ്യാനില്ല. രണ്ടിനകത്തുള്ളത് ഒരേ ന്യൂസ് തന്നെയാണ്. സോ ഒന്നെങ്കിൽ ഹിന്ദു അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ്. നിങ്ങൾക്ക് വായിച്ചിട്ട് ഏതിനകത്തെ ലാംഗ്വേജ് ആണോ, ഏത് ന്യൂസ് പേപ്പറിലെ ലാംഗ്വേജ് ആണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ ന്യൂസ് പേപ്പർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഒന്നെങ്കിൽ ഹിന്ദു അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ്. പക്ഷെ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഈ 2 പേപ്പേഴ്സിലും ഒരു പേപ്പർ വായിച്ചിരിക്കണം. ആൻഡ് ഈ ഒരു പേപ്പർ വായിക്കുമ്പോൾ ഒരു 20 to 30 minutes പോട്ടെ, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 1 hour ഈ ന്യൂസ് പേപ്പർ വായിക്കാനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തേക്കാം. നിങ്ങളിപ്പോൾ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്, ഇതുവരെ നിങ്ങൾ ന്യൂസ് പേപ്പർ അങ്ങനെ വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 1 hour എന്ത് ചെയ്യുക, ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഒന്നെങ്കിൽ ഹിന്ദു അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ് വായിക്കാനായിട്ട് മാറ്റി വെക്കുക. ഇനി ഈ ഒരു പേപ്പറിനകത്ത് എല്ലാം വായിക്കേണ്ട ആവശ്യമില്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നാഷണൽ ഇവന്റ്സ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ഇവന്റ്സ്, എക്കോണമി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, സയൻസ് പേജസ്, ഇത് മാത്രം വായിച്ചാൽ മതി. കാരണം ഒരു ഹിന്ദു അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസിനകത്ത് ഈ പേജസ് കൂടാതെ തന്നെ കുറെ റീജിയണൽ ന്യൂസസ് കാണും. ഈ റീജിയണൽ ന്യൂസസ് നമുക്ക് ആവശ്യമേ ഇല്ല. ബിക്കോസ് നിങ്ങൾ കേരളത്തിലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ കേരള റീജിയനുമായിട്ട് ബന്ധപ്പെട്ട കുറെ ന്യൂസസ് കുറച്ച് പേജസിലായിട്ട് കാണും. അതൊന്നും SSC ചോദിക്കാനായിട്ട് പോകുന്നില്ല. കാരണം ഓൾ ഇന്ത്യ ലെവലിൽ അല്ലെങ്കിൽ ഇത് നാഷണൽ ന്യൂസ് പേപ്പേഴ്സ് ആണ് ഹിന്ദുവും ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നാഷണൽ ലെവലിൽ സിമിലർ ആയിട്ട് വരുന്ന ഇവന്റ്സ്, അത് ഈ നാഷണൽ ഇവന്റ്സും ഇന്റർനാഷണൽ ഇവന്റ്സും എക്കോണമി പേജസും സയൻസ് പേജസും. സോ നാഷണൽ ന്യൂസിന്റെ പേജസ്, ഇന്റർനാഷണൽ ന്യൂസിന്റെ പേജസ്, എക്കോണമി ആയിട്ട് ബന്ധപ്പെട്ട പേജസ്, സയൻസുമായിട്ട് ബന്ധപ്പെട്ട പേജസ്, ഇതേ ഉള്ളൂ ഓൾ ഓവർ ഇന്ത്യ സിമിലർ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ SSC ഈ പേജസിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ ചോദിക്കൂ. റീജിയണൽ പേജസ് നിങ്ങൾ തൊടുകയേ വേണ്ട, അതിനകത്തേക്ക് നോക്കിയേ വേണ്ട. അപ്പൊ ഹിന്ദു അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസിലുള്ള നാഷണൽ, ഇന്റർനാഷണൽ, എക്കോണമി, സയൻസ് പേജസ് ഇത്ര മാത്രം എന്ത് ചെയ്യുക, റീഡ് ചെയ്യുക. തുടക്കത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1 hour വരെ എന്ത് ചെയ്യാം, ഇതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. പക്ഷെ പതുക്കെ സ്പീഡ് കൂട്ടിയിട്ട് ഒരു 20 to 30 minutes എന്ത് ചെയ്യണം, ഈ ന്യൂസ് പേപ്പർ നിങ്ങൾ കവർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ന്യൂസ് പേപ്പർ വായിച്ചാൽ മാത്രം പോരാ, നോട്ട് കൂടെ മേക്ക് ചെയ്യണം. കാരണം ചുമ്മാ വായിച്ച് വിട്ട് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ മെമ്മറിയിൽ എത്ര നാളിരിക്കും എന്നുള്ള കാര്യം നമുക്ക് ഒരു ഉറപ്പില്ല. സോ നോട്ട് കൂടെ മേക്ക് ചെയ്യുക. നോട്ട് എന്ന് പറയുമ്പോൾ 1 liners ആയിട്ട് മേക്ക് ചെയ്താൽ മതി. ഒരു ഇവന്റ് ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട 1 liner നോട്ടുകൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്താൽ മതി. എൻ്റെ ന്യൂസും എഴുതി വെക്കണമെന്നില്ല. ഇനി അതുകൂടാതെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു മന്ത്ലി കറണ്ട് അഫയേഴ്സ് ക്യാപ്സ്യൂൾ കൂടെ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതായത് ന്യൂസ് പേപ്പർ, ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുന്നത് കൂടാതെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു മന്ത്ലി കറണ്ട് അഫയേഴ്സ് കമ്പൈലേഷൻ കൂടെ ഫോളോ ചെയ്യണം. അതായത് മന്ത്ലി കറണ്ട് അഫയേഴ്സ് കമ്പൈലേഷൻ എന്ന് പറയുന്ന ആ ഒരു എൻറ്റയർ മന്തിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് 1 liners ആയിട്ട് എന്ത് ചെയ്തിരിക്കും, ലിസ്റ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും ഈ ഒരു കറണ്ട് അഫയേഴ്സ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഏതും ഫോളോ ചെയ്യാം. ഒരുപാട് ഫ്രീ ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് മന്ത്ലി കമ്പൈലേഷൻസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പല ടെലിഗ്രാം ഗ്രൂപ്പിലും നിങ്ങൾക്ക് PDF ആയിട്ട് കിട്ടും. ഈവൻ ദിശയ്ക്ക് ഉണ്ട് മന്ത്ലി കറണ്ട് അഫയേഴ്സ് കമ്പൈലേഷൻ. സോ ഒന്നെങ്കിൽ നിങ്ങൾ ദിശ ഫോളോ ചെയ്യുക, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മന്ത്ലി കറണ്ട് അഫയേഴ്സ് കമ്പൈലേഷൻ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ബട്ട് ഒരു കമ്പൈലേഷൻ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ആൻഡ് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ സോഴ്സ് എന്ത് ചെയ്യുക, ലിമിറ്റ് ചെയ്യുക. അതായത് ഒരു ന്യൂസ് പേപ്പർ
ഒരു മന്ത്ലി കറണ്ട് അഫയേഴ്സ് കമ്പൈലേഷൻ. കാരണം മാർക്കറ്റിൽ ഒരുപാട് മന്ത്ലി കറണ്ട് അഫയേഴ്സ് കമ്പൈലേഷൻ അവൈലബിൾ ആണ്. എല്ലാം കൂടെ വായിക്കാനായിട്ട് എടുക്കണ്ട. നിങ്ങൾ ഒരു 3-4 കമ്പൈലേഷൻസ്, അതായത് ഇനീഷ്യൽ സ്റ്റേജസിൽ നിങ്ങൾ ഒരു 3-4 മന്ത്ലി കറണ്ട് അഫയേഴ്സ് കമ്പൈലേഷൻ ഒന്ന് വായിച്ചു നോക്കുക. ഏതാണോ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത്, ഏതാണോ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നുന്നത്, അത് ചൂസ് ചെയ്യുക. ഒരെണ്ണം ഫിക്സ് ചെയ്യണം. ഒരെണ്ണം ഫിക്സ് ചെയ്തിട്ട് പിന്നെ അത് മാത്രമേ കണ്ടിന്യൂ ചെയ്യാവൂ. സോ ഒരു ന്യൂസ് പേപ്പർ, ഒരു മന്ത്ലി കറണ്ട് അഫയേഴ്സ് കമ്പൈലേഷൻ, അത് മാത്രമേ എന്ത് ചെയ്യാവൂ, നിങ്ങൾ ഫോളോ ചെയ്യാവൂ. മൾട്ടിപ്പിൾ സോഴ്സസ് എടുക്കാനേ പാടില്ല. ഒരൊറ്റ എണ്ണം ഫോളോ ചെയ്താൽ മതി. അതുപോലെ തന്നെ ഒഫീഷ്യൽ സോഴ്സസ്, അതായത് എക്സാമിനേഴ്സ്, SSC എക്സാമിനേഴ്സ് ചോദിക്കുന്ന മറ്റൊരു കാര്യം എങ്ങനെയാണ്, അല്ലെങ്കിൽ SSC ക്വസ്റ്റ്യൻ വരുന്ന മറ്റൊരു ഏരിയ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഫീഷ്യൽ സോഴ്സസ്, അതായത് ഗവൺമെന്റ് വെബ്സൈറ്റ്സ് അല്ലെങ്കിൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പബ്ലിക്കേഷൻസ്, ഇതിനകത്തൊക്കെ അതേപോലെ തന്നെ സെന്റൻസ് എടുത്ത് എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒഫീഷ്യൽ സോഴ്സസും കൂടി എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് ഫോളോ ചെയ്യണം. അതായത് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ റിലീസസ് കാണും. അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗവൺമെന്റ് റിലേറ്റഡ് കാര്യങ്ങളെല്ലാം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ PIB എന്ത് ചെയ്യാറുണ്ട്, റിലീസ് ചെയ്യാറുണ്ട്. സോ ആ PIB റിലീസസ് എന്ത് ചെയ്യണം, നിങ്ങൾ വായിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ RBI ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ മോണിറ്ററി പോളിസി ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ RBIയുടെ വെബ്സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം RBIയുടെ വെബ്സൈറ്റിൽ ഒഫീഷ്യലായിട്ട് അവർ എന്തെങ്കിലും ഒരു കാര്യം മെൻഷൻ ചെയ്തിരിക്കും. ആ ഒരു കാര്യം മാത്രം ഒന്ന് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് ബെറ്റർ. അപ്പോൾ ഒഫീഷ്യൽ റിലീസസ്, പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ റിലീസസ്, അതുപോലെ ഒഫീഷ്യൽ ഗവൺമെന്റ് വെബ്സൈറ്റ്സ്, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക. എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് റെഫർ ചെയ്തേക്കുക. ഇനി ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഡെയിലി, വീക്ക്ലി, മന്ത്ലി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു സ്റ്റഡി പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഡെയിലി സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ, അതായത് കറണ്ട് അഫയേഴ്സിന്റെ കാര്യത്തിനകത്ത് നിങ്ങളുടെ ഡെയിലി സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡെയിലി ഒരു 30 to 45 മിനിറ്റ്സ് എന്ത് ചെയ്യണം, കറണ്ട് അഫയേഴ്സിന് വേണ്ടി മാത്രം മാറ്റി വെക്കണം. ഈ 30 to 45 മിനിറ്റ്സിൽ ഒരു 20 to 25 മിനിറ്റ്സ് എന്ന് പറയുന്ന കറണ്ട് അഫയേഴ്സ് വായിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം. എന്ന് പറയുന്നത് നമ്മുടെ ന്യൂസ് പേപ്പേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ വേറെ എവിടെയെങ്കിലും നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിന്റെ സോഴ്സ് ഉണ്ടെങ്കിൽ അതും കൂടെ. അതപ്പം ന്യൂസ് പേപ്പർ വായിക്കുക, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും വൺ ലൈനേഴ്സ് കിട്ടുകയാണെങ്കിൽ അതും കൂടെ വായിക്കുക. സോ കറണ്ട് അഫയേഴ്സ് വായിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം ഒരു 20 to 25 മിനിറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, മാറ്റി വെക്കുന്നത്. എന്നിട്ട് ഒരു 10 to 15 മിനിറ്റ്സ് നിങ്ങൾ ഇന്നലെ വായിച്ച കറണ്ട് അഫയേഴ്സ് റിവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, മാറ്റി വെക്കണം. കാരണം കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ റിവൈസ് ചെയ്താൽ മാത്രമേ പഠിക്കാൻ പറ്റൂ. അതായത് ഇന്ന് വായിച്ചു, ഇന്ന് വിട്ടു, പിന്നെ അത് എടുത്തു നോക്കുന്ന ഒരു മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഒന്നും ഓർമ്മ കാണില്ല. അപ്പൊ ഇന്ന് നിങ്ങളൊരു കറണ്ട് അഫയേഴ്സ് വായിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് എന്താണോ കറണ്ട് അഫയേഴ്സിൽ പ്രിപ്പയർ ചെയ്യുന്നത്, അത് അറ്റ് ദ നെക്സ്റ്റ് ഡേ ഒരു 10 to 15 മിനിറ്റ്സ് എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അതുപോലെ തന്നെ ഒരു 10 to 15 MCQs എന്ത് ചെയ്യണം, ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ പല ടെലിഗ്രാം ഗ്രൂപ്പുകളിലും ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഈ MCQs വരാറുണ്ട്. നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ദിശയുടെ ഫ്രീ കമ്മ്യൂണിറ്റി ചാനൽസ് കുറേ ഉണ്ട്. അതിനകത്ത് എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ MCQs അപ്ലോഡ് ചെയ്യാറുണ്ട്. സോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു 10 to 15 MCQs കൂടി എന്ത് ചെയ്യണം, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഇനി വീക്ക്ലി റിവിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വീക്ക്ലി പ്ലാനിലേക്ക് വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരാഴ്ച എന്താണോ കറണ്ട് അഫയേഴ്സിനകത്ത് പ്രിപ്പയർ ചെയ്ത് അതെന്ത് ചെയ്യണം, വീക്കെൻഡിൽ നിങ്ങളൊന്ന് റിവൈസ് ചെയ്യണം. റിവൈസ് ചെയ്തതിനു ശേഷം ഒരു 25 ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ഒരു കറണ്ട് അഫയേഴ്സിന്റെ മാത്രം സെക്ഷണൽ ടെസ്റ്റ് എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്യണം. സോ പല ഫ്രീ സോഴ്സസിനകത്ത് നിന്ന് നമുക്ക് കറണ്ട് അഫയേഴ്സ് ടെസ്റ്റുകൾ കിട്ടാറുണ്ട്, സെക്ഷണൽ ടെസ്റ്റുകൾ കിട്ടാറുണ്ട്. സോ അതിനകത്ത് എന്താണോ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അത് നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ആണ്. അപ്പോൾ ഒരാഴ്ചത്തെ കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു 25 ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു സെക്ഷണൽ ടെസ്റ്റ്, കറണ്ട് അഫയേഴ്സിന്റെ ഒരു സെക്ഷണൽ ടെസ്റ്റ് എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ അതിനകത്ത് സ്റ്റാറ്റിക് GK കൂടി, അല്ലെങ്കിൽ സ്റ്റാറ്റിക് പോർഷൻസ് കൂടി എന്ത് ചെയ്യണം, ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യണം. സോ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ അതിനകത്ത് സ്റ്റാറ്റിക് പോർഷൻസ് കൂടി എന്ത് ചെയ്യണം, ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ RBIയുടെ പുതിയ ഡെപ്യൂട്ടി ഗവർണർ, സോ RBIയുടെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായിട്ട് രോഹിത് ജെയിനെ അപ്പോയിന്റ് ചെയ്തു. സോ രോഹിത് ജെയിൻ വാസ് അപ്പോയിന്റഡ് ആസ് ദി ന്യൂ RBI ഗവർണർ. രോഹിത് ജെയിൻ എന്ത് ചെയ്തു, പുതിയ RBI ഗവർണറായിട്ട് അപ്പോയിന്റ് ചെയ്തു. ഇത് കറണ്ട് അഫയേഴ്സ് ആണ്. ഇതിനകത്തേക്ക് എന്ത് ചെയ്യുക, സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഫോർ എക്സാമ്പിൾ,
RBI ആക്ട് 1934 പറയുന്നതനുസരിച്ച്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 പറയുന്നതനുസരിച്ച് RBIയിൽ മാക്സിമം 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ് വരെ മാത്രമേ ആകാൻ പാടുള്ളൂ. ആ 4 ഡെപ്യൂട്ടി ഗവർണേഴ്സിൽ ഒരാളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, രോഹിത് ജെയിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ RBI കുറിച്ചുള്ള സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യണം, ഒന്ന് അറിഞ്ഞിരിക്കണം. അതായത് ഇപ്പോൾ RBI ഡെപ്യൂട്ടി ഗവർണറെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ആരാണ് നിലവിലത്തെ RBI ഗവർണർ എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം. ഇനി ഈ ഡെപ്യൂട്ടി ഗവർണറെ അപ്പോയിന്റ് ചെയ്ത ടേം 3 years 3 വർഷത്തേക്കാണ് എന്ത് ചെയ്യുന്നത്, രോഹിത് ജെയിനെ RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായിട്ട് അപ്പോയിന്റ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ കറണ്ട് RBI ഗവർണർ അല്ലെങ്കിൽ RBI ഗവർണറിന്റെ ടെന്യൂർ എത്രയാണ് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യണം, നിങ്ങൾ നോക്കണം. സോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണറിന്റെ ടെന്യൂർ എന്ന് പറയുന്നത്, ഇനീഷ്യൽ ടെന്യൂർ എന്ന് പറയുന്നത് 3 വർഷമാണ്. എന്നാൽ ഇത് എന്ത് ചെയ്യാൻ സാധിക്കും, ഗവൺമെന്റിന് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം. അതുപോലെ തന്നെ RBIയുടെ എംബ്ലം എന്താണ്, ഒരു ടൈഗറും ഒരു പാം ട്രീ ആണ് RBIയുടെ എംബ്ലം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സ്റ്റാറ്റിക് ആയിട്ടുള്ള പോർഷൻസ് കൂടി എന്ത് ചെയ്യണം, ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇനി വേണമെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പാർലമെന്റിൽ റീസെന്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ബില്ലാണ് സുപ്രീം കോർട്ട് നമ്പർ ഓഫ് ജഡ്ജസ് ബിൽ. അതായത് സുപ്രീം കോർട്ടിലെ ജഡ്ജസിന്റെ അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് CJ കൂടാതെയുള്ള മറ്റ് ജഡ്ജസിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ബില്ലാണ് സുപ്രീം കോർട്ട് നമ്പർ ഓഫ് ജഡ്ജസ് ബിൽ എന്ന് പറയുന്നത്, നമ്പർ ഓഫ് ജഡ്ജസ് അപ്പോയിന്റ്മെന്റ് ബിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബില്ല് പ്രകാരം സുപ്രീം കോർട്ടിൽ നിലവില് 33 അതർ ജഡ്ജസ്, അതായത് CJ കൂടാതെ 33 അതർ ജഡ്ജസ് കൂടിയുണ്ട്. ഈ 33 എന്നുള്ള നമ്പർ 37 ആക്കി എന്ത് ചെയ്യാൻ പോകുന്നു, ഇൻക്രീസ് ചെയ്യാൻ പോകുന്നു. അതായത് റീസെന്റ് ആയിട്ട് പാർലമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു ബില്ല് പ്രകാരം സുപ്രീം കോർട്ടിലെ CJ ഒഴികെയുള്ള ബാക്കിയുള്ള 33 ജഡ്ജസിന്റെ നമ്പർ ഇനി എന്ത് ചെയ്യുന്നു, 37 ആക്കി ഇൻക്രീസ് ചെയ്യാൻ പോകുന്നു. അതായത് സുപ്രീം കോർട്ടിന്റെ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 38 ആകാനായിട്ട് പോകുന്നു. അതായത് ഒരു ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ 37 അതർ ജഡ്ജസ്. അപ്പോൾ സുപ്രീം കോർട്ടിൻ്റെതായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റാറ്റിക് പോർഷൻസ് കൂടി എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് നോക്കണം. അതായത് ആരാണ് സുപ്രീം കോടതി ജഡ്ജിനെ അപ്പോയിന്റ് ചെയ്യുന്നത്, അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. ബട്ട് പ്രസിഡന്റിന് ആരാണ് റെക്കമെൻഡേഷൻസ് കൊടുക്കുന്നത്, റെക്കമെൻഡേഷൻസ് കൊടുക്കുന്ന ഒരു കൊളീജിയമാണ്. കൊളീജിയത്തിൽ ആരൊക്കെയുണ്ട്, ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ സുപ്രീം കോർട്ടിലെ 4 സീനിയർ മോസ്റ്റ് ജഡ്ജസും ആണ് ഈ ഒരു കൊളീജിയത്തിനകത്തുള്ളത്. ഇങ്ങനെയുള്ള കുറച്ച് സ്റ്റാറ്റിക് പോർഷൻസ് കൂടി എന്ത് ചെയ്യണം, ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പൊ ഇങ്ങനെ വേണം എന്ത് ചെയ്യാനായിട്ട്, വീക്ക്ലി റിവിഷൻ നടത്താനായിട്ട്. ഇനി മന്ത്ലി റിവിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ന്യൂസ് പേപ്പർ പ്ലസ് ഒരു മന്ത്ലി കറണ്ട് അഫയേഴ്സ് കമ്പൈലേഷൻ. ആ ഒരു മന്ത്ലി കറണ്ട് അഫയേഴ്സ് കമ്പൈലേഷൻ എന്ത് ചെയ്യുക, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഒരു ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് എടുക്കുക. കറണ്ട് അഫയേഴ്സ് മാത്രമല്ല, എൻ്റയർ സബ്ജക്ട്സ് വരുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്, അതുപോലെ ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ്, അതുപോലെ അങ്ങനെ ഒരു ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ എടുക്കുക. ഇനി എവിടേക്കാണ് നിങ്ങൾക്ക് ഗ്യാപ്പുകൾ ഉള്ളത്, എവിടേക്കാണ് നിങ്ങൾ മിസ്റ്റേക്ക് വരുത്തിയത്, എവിടേക്കാണ് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ളത്, അത് അനലൈസ് ചെയ്യുക. അതനുസരിച്ച് എന്ത് ചെയ്യുക, മുന്നോട്ടുള്ള റിവിഷൻ പ്രിപ്പയർ ചെയ്യുക. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ന്യൂസുകൾ സ്ക്രോൾ ചെയ്ത് വിടുന്നു എന്നുള്ളതല്ല. നിങ്ങൾ ന്യൂസ് പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് പോയിന്റ്സ് എഴുതിയെടുക്കണം. ചുമ്മാ വായിച്ച് വിട്ട് കഴിഞ്ഞാൽ അതൊരിക്കലും കറണ്ട് അഫയേഴ്സ് പ്രിപ്പറേഷനകത്ത് വരില്ല. ബിക്കോസ് നിങ്ങളുടെ ബ്രെയിൻ റീറ്റെയിൻ ചെയ്യുന്നതിന് ഒരു കപ്പാസിറ്റി ഉണ്ട്. അതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്രെയിൻ റീറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ റിട്ടൻഷൻ പവർ ഇൻക്രീസ് ചെയ്യും. ഇനി പ്രീവിയസ് ഇയറിലെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ, അതായത് CJ 2022 ഏതാണ്ട് 5 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ്, അതായത് ഒരു ഷിഫ്റ്റിൽ 5ഓളം കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 2023 വരുമ്പോൾ 4 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 2024 വരുമ്പോൾ 3 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതായത് കറണ്ട് അഫയേഴ്സിന്റെ ട്രെൻഡ് അല്ലെങ്കിൽ നമ്പർ ഒന്ന് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ 2025 എത്തിയപ്പോൾ ഈ നമ്പർ എന്ത് ചെയ്തു, വീണ്ടും ഇൻക്രീസ് ചെയ്തു. ഏതാണ്ട് 5 to 7 എന്നുള്ള റേഞ്ചിലേക്ക് എത്തി. അതായത് കറണ്ട് അഫയേഴ്സിന് എന്ത് ചെയ്തു, ഇമ്പോർട്ടൻസ് കൂടി. ആൻഡ് കറണ്ട് അഫയേഴ്സിന് ഇമ്പോർട്ടൻസ് കൂടിയത് മാത്രമല്ല, നേരത്തെ വരെ വൺ ലൈനേഴ്സ് ആയിട്ടായിരുന്നു കറണ്ട് അഫയേഴ്സ് ചോദിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ തുടങ്ങി, കറണ്ട് അഫയേഴ്സിൽ നിന്ന് ചോദിക്കാൻ തുടങ്ങി. CJ എക്സാമിന് സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാനായിട്ട് തുടങ്ങി. അതായത് UPSCയുടെ അത്രയും ലെവൽ പോയിട്ടില്ലെങ്കിലും ഏതാണ്ട്, അതായത് അതിന്റെ ഒരു ബേസ് എന്നുള്ള രീതിയിൽ സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോൾ ചോദിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ എന്ത് ചെയ്താൽ പോരാ, വൺ ലൈനേഴ്സ് മാത്രം പഠിച്ചാൽ പോരാ. ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒരു ഓവറോൾ ഐഡിയ ഉണ്ടാക്കിയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ്
ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസിന്റെ സബ്മിറ്റ് ഇന്ത്യ ഹോസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ന്യൂഡൽഹിയിൽ നമ്മൾ ഹോസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ എന്താണ് ഈ IBCA ഫോം ചെയ്യാനുള്ള കാരണം എന്താണ്? IBCA മെമ്പേഴ്സ് ആരൊക്കെയാണ്? IBCA ഫൗണ്ട് ചെയ്ത ആരാണ്? അപ്പൊ എന്താണ് ഈ IBCA വഴി ഉദ്ദേശിക്കുന്നത്? IBCA വഴി ഉദ്ദേശിക്കുന്നത് വേൾഡിലുള്ള ലോകത്തിലുള്ള 7 ബിഗ് ക്യാറ്റ് സ്പീഷീസിനെ പ്രൊട്ടക്ട് ചെയ്യുക, അതിന്റെ ഹാബിറ്റാറ്റ് പ്രിസർവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഓവറോൾ എന്ത് ചെയ്യണം? നിങ്ങളൊരു ഐഡിയ ഉണ്ടാക്കിയിരിക്കണം. അപ്പൊ അതാണ് ഇപ്പൊ നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസിന്റെ ഏരിയ നേരത്തെ നമ്മൾ പറഞ്ഞാലും സ്കീംസും പോളിസീസും ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയയാണ് സ്കീംസ്, അതുപോലെ പോളിസീസ്. ഇപ്പൊ ലാസ്റ്റ് ഇയറിലൊക്കെ CGL എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലാസ്റ്റ് ഇയറിലെ CGL എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും സ്കീംസിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന്റെ വെയിറ്റേജ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബഡ്ജറ്റ് ആൻഡ് എക്കണോമിക് സർവേ, ബഡ്ജറ്റിൽ നിന്നും എക്കണോമിക് സർവേയിൽ നിന്നും മസ്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും എന്ത് ചെയ്യാറുണ്ട്? എല്ലാ CGL എക്സാമിനും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ അവാർഡ്സും ഓണേഴ്സും, ദെൻ സ്പോർട്സ് ടൂർണമെന്റ്സ്. സോ സ്പോർട്സ് ടൂർണമെന്റ്സ് എന്ന് പറയുമ്പോൾ വിന്നറിനെ മാത്രം പഠിച്ചാൽ പോരാ, റണ്ണറപ്പ് ആരാന്ന് പഠിക്കണം, ആ ടൂർണമെന്റ് ഹോസ്റ്റ് ചെയ്ത കൺട്രി ആരാന്ന് പഠിക്കണം, പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് പഠിക്കണം, ഫൈനൽ നടന്ന വെന്യൂ ഏതാന്ന് പഠിക്കണം. അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും എന്ത് ചെയ്യണം? നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ഇനി അപ്പോയിന്റ്മെന്റുകൾ, അതായത് CGA, RBI ഗവർണർ, അതുപോലെ ഹെഡ് ഓഫ് ബോഡീസ്, അങ്ങനെയുള്ള അപ്പോയിന്റ്മെന്റുകൾ, ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്, അപ്പോയിന്റ് ചെയ്യുന്നതിന് എന്തെങ്കിലും കമ്മിറ്റി ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ ഇമ്പോർട്ടന്റ് ഡേയ്സും അതുപോലെ ഇൻഡിസസും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്? കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ അതിന് സ്റ്റാറ്റിക് പോർഷൻസുമായിട്ട് എന്ത് ചെയ്യുക? ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ശ്രമിക്കുക. അതായത് കറണ്ട് അഫയേഴ്സ് മാത്രം എന്നുള്ള രീതിയിൽ പോകാതെ ഏതെങ്കിലും ഒരു കറണ്ട് അഫയേഴ്സ് ന്യൂസ് ഉണ്ടെങ്കിൽ അതിനകത്ത് സ്റ്റാറ്റിക് പോർഷനുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റാറ്റിക് പോർഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഫാക്ട്സ് ഉണ്ടോ അതുമായിട്ട് എന്ത് ചെയ്യുക? ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങൾ കറണ്ട് അഫയേഴ്സിന് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ വേണമെങ്കിൽ അതിന് സൈഡിലേക്ക് എഴുതി വെച്ചേക്കാം, ഇത് പ്യുവർ കറണ്ട് അഫയേഴ്സ് ആണ്, ഇതിന് സ്റ്റാറ്റിക് പോർഷനുമായിട്ട് എന്തില്ല? ഒരു ബന്ധമില്ല. അങ്ങനെ വേണമെങ്കിൽ മാർക്ക് ചെയ്ത് വെക്കാം. അല്ല, സ്റ്റാറ്റിക് പോർഷനുമായിട്ട് ബന്ധം ഉണ്ടെങ്കിൽ അതിനകത്ത് എന്ത് ചെയ്യുക? കറണ്ട് അഫയേഴ്സ്. സോ അതിനകത്ത് എന്ത് ചെയ്യുക? കറണ്ട് അഫയേഴ്സ് പ്ലസ് സ്റ്റാറ്റിക് എന്നൊന്ന് മാർക്ക് ചെയ്തേക്കുക. വിച്ച് മീൻസ് ആ ഒരു പോയിന്റ് വായിക്കുമ്പോൾ നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാറ്റിക് പോർഷൻ കൂടി എന്ത് ചെയ്യണം? ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പൊ എപ്പോഴും ഒരു കറണ്ട് അഫയേഴ്സ് വായിക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ സ്റ്റാറ്റിക് പോർഷനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? എപ്പോഴും ഒന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും റിലേഷൻ ഉണ്ടെങ്കിൽ അത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അതിനകത്ത് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. എസ്പെഷ്യലി സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ സ്റ്റാറ്റിക് പോർഷൻസും കറണ്ട് അഫയേഴ്സും കൂടെ കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം? വേണമെങ്കിൽ എക്സാമിന് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം. അപ്പൊ ഇങ്ങനെ വേണം എന്ത് ചെയ്യാനായിട്ട്? കറണ്ട് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഇനി നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നതിനകത്ത് അല്ലെങ്കിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് ഞാൻ എല്ലാ ആഴ്ചയും ഒരു വീക്ക്ലി കറണ്ട് അഫയേഴ്സ് സെഷൻ കണ്ടക്ട് ചെയ്യാറുണ്ട്. ലൈവായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് സെഷൻ എന്ത് ചെയ്യാറുണ്ട്? കണ്ടക്ട് ചെയ്യാറുണ്ട്. സോ അതിനകത്ത് നമ്മൾ ആ ഒരു വീക്കിൽ നടന്നിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഇവന്റ്സും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ട്സും ഞാൻ ഇപ്പം എന്താണോ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്നത് ആ ലെവലിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ആ വീക്ക്ലി സെഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അതായത് കറണ്ട് അഫയേഴ്സ് ഇവന്റ് എടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ സ്റ്റാറ്റിക് പോർഷൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ടോ അതെല്ലാം എന്ത് ചെയ്യും? നമ്മൾ ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം, ബേസിക് ആയിട്ടൊരു ഐഡിയ ഉണ്ടാകാനായിട്ട്. സോ അത് മാത്രം മതി എന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ. അതായത് വീക്ക്ലി കറണ്ട് അഫയേഴ്സിനകത്ത് നമുക്കൊരു 1.5 hour സെഷൻ ആണ്. ആ ഒരു 1.5 hour സെഷൻ കൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ്, ഒരു 20 to 25 ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഫാക്ട്സും ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത് എൻ്റെ വീക്കിലെ കറണ്ട് അഫയേഴ്സ് എന്താണ് കവർ ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ ഒരു 1 to 1.5 hours കൊണ്ട് കവർ ചെയ്യുന്നത്. അപ്പോൾ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെ കറണ്ട് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും കിട്ടും. ഇപ്പോൾ ലാസ്റ്റ് NDPCയുടെ ഒക്കെ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടും കറണ്ട് അഫയേഴ്സിൻ്റെ മാരത്തോൺ സെഷനൊക്കെ കണ്ടക്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ മാരത്തോൺ സെഷനിൽ കണ്ടക്ട് ചെയ്ത അല്ലെങ്കിൽ മാരത്തോൺ സെഷനിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിനകത്ത് മെജോറിറ്റി ക്വസ്റ്റ്യൻസും എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള, അതായത് ഒരു എക്സാമിന് അല്ലെങ്കിൽ വരാൻ പോകുന്ന എക്സാമിന് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് സെഷനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. സോ അത് നിങ്ങൾക്ക് എപ്പോഴും ബെനിഫിഷ്യൽ ആയിരിക്കും. എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യത്തിനകത്തും എന്ത് പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യത്തിനകത്തും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ വേണം കറണ്ട് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട്.
അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്വയറീസോ ഉണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തിരുന്നാൽ മതി, നമ്മൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എങ്ങനെ കറണ്ട് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യത്തിനകത്ത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കറണ്ട് അഫയേഴ്സ് ഓൾമോസ്റ്റ് സെറ്റ് ആകും. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസോ എന്തെങ്കിലും ഡൗട്ട്സോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്ത് തന്നാൽ മതി, നമ്മളത് അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമുക്ക് ഇത്ര മാത്രമേ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു.